ഛത്തീസ്ഗഡിൽ അറസ്റ്റിലായ മലയാളി കന്യാസ്ത്രീകൾ ദുർഗ് സെൻട്രൽ ജയിലിലായിട്ട് ഇന്നേക്ക് 8 ദിവസം. മോചനത്തിന് ഹൈക്കോടതിയെ സമീപിക്കുന്നതിന് മുൻപ് NIA കോടതിയിൽ ജാമ്യാപേക്ഷ നൽകാനാണ് തീരുമാനം. UDF, LDF MPമാർ ഇന്ന് ഛത്തീസ്ഗഡിൽ എത്തും. അജീഷ് ജയകുമാർ വിശദാംശങ്ങളുമായി ദുർഗിൽ നിന്ന്. അജീഷ്, NIA കോടതിയിലേക്ക് തന്നെ പോവുക എന്നതിലേക്ക് അതിലിപ്പോൾ ഒരു വ്യക്തത കൈവന്നിട്ടുണ്ട് എന്ന് ഞാൻ കരുതുന്നു. കാരണം അത് അടുത്ത 2 ദിവസവും കോടതി പ്രവർത്തിക്കും എന്നുള്ളത്, ആ തരത്തിലേക്ക് NIA കോടതിയെ തന്നെ സമീപിക്കുക എന്നത് ഇന്നിപ്പോൾ അത് ഉടൻ തന്നെ ഉണ്ടാകുമെന്നാണോ മനസ്സിലാക്കേണ്ടത്? അനുജ, അങ്ങനെ തന്നെയാണ് നിലവിൽ എടുത്തിരിക്കുന്ന തീരുമാനം. കഴിഞ്ഞ ദിവസം ഹൈക്കോടതിയിൽ പോകാനുള്ള ഒരു ആലോചന ഉണ്ടായിരുന്നു. അങ്ങനെയാണ് ബിലാസ്പൂരിൽ പോയി അഭിഭാഷകനെ കണ്ടത്. മുതിർന്ന അഭിഭാഷകനായിട്ടുള്ള അമൃതോം ദാസിനെയാണ് ഇവർ അഭിഭാഷകനാണ് ചുമതലപ്പെടുത്തിയത്. അദ്ദേഹം ഛത്തീസ്ഗഡിലെ മുൻ അഡീഷണൽ അഡ്വക്കേറ്റ് ജനറൽ കൂടിയാണ്. അദ്ദേഹത്തിന്റെ കൂടി ഒരു നിയമോപദേശത്തിന്റെ അടിസ്ഥാനത്തിലാണ് നിലവിൽ ഇപ്പോൾ NIA കോടതിയെ സമീപിക്കാനുള്ള ഒരു തീരുമാനത്തിലേക്ക് എത്തിയത്. കാരണം ഹൈക്കോടതിയിൽ ഇന്ന് ഹർജി നൽകിയാൽ തന്നെ അതൊരു പക്ഷേ നടപടിക്രമങ്ങൾ നീണ്ടുപോയി തിങ്കളാഴ്ചയോ ചൊവ്വാഴ്ചയോ മറ്റുമേ ഈ ഹർജി പരിഗണിക്കുകയുള്ളൂ. അതിനു മുമ്പ് ഈ നാളെയും മറ്റന്നാളും ഒക്കെ ഹൈക്കോടതി അവധിയാണ്. പക്ഷേ സെഷൻസ് കോടതി, ഈ NIA കോടതി ഇന്നും നാളെയും ഒക്കെ പ്രവർത്തിക്കുന്നുണ്ട്. അങ്ങനെ NIA കോടതി, സെഷൻസ് കോടതിയുടെ ഉത്തരവ് കൂടി നമ്മുടെ കൈവശമുണ്ട്. അതായത് NIA കോടതിയിൽ പോകണമെന്നായിരുന്നു സെഷൻസ് കോടതി ഉത്തരവുണ്ടായിരുന്നു. അത് വെച്ചുകൊണ്ട് തന്നെ NIA കോടതിയെ ആദ്യം സമീപിക്കാമെന്നൊരു തീരുമാനത്തിലേക്ക് എത്തിയത് അങ്ങനെയാണ്. ഇത് സഭാ നേതൃത്വവും ഒപ്പം തന്നെ കുടുംബാംഗങ്ങളും നിലവിൽ ഇവിടെ നിയമസഹായത്തിനായി എത്തി നിൽക്കുന്ന രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികളടക്കം എല്ലാവരുമായി കൂടിച്ചേർന്നുകൊണ്ടാണ് ഇങ്ങനെ ഒരു തീരുമാനത്തിലേക്ക് എത്തിയത്. NIA കോടതിയെ സമീപിച്ചു കഴിഞ്ഞാൽ ഒരുപക്ഷെ ഇന്നോ നാളെയോ അത് കേസ് പരിഗണിക്കാം എന്നുള്ളൊരു ആലോചനയിലാണ്, ഒരു തീരുമാനത്തിലാണ് എത്തിയത്. ഒരുപക്ഷെ കേസ് തള്ളിയാൽ പോലും തിങ്കളാഴ്ച ഹർജി ഹൈക്കോടതിയിലേക്ക് നൽകാം എന്നുള്ളൊരു തീരുമാനത്തിലാണ് എത്തിയിരിക്കുന്നത്. നിലവിൽ രാഷ്ട്രീയ പാർട്ടിയുടെ എല്ലാ പ്രതിനിധികളും ഇവിടെ ഛത്തീസ്ഗഡിൽ തന്നെ തുടരുന്നുണ്ട്. ഇന്ന് LDF MPമാരും UDF MPമാരും ജയിലിലെത്തി കന്യാസ്ത്രീകളെ കാണും. ഇന്നേക്ക് 8 ദിവസം കഴിയുന്നു കന്യാസ്ത്രീകൾ ജയിലിലായിട്ട്. കഴിഞ്ഞ വെള്ളിയാഴ്ചയായിരുന്നു ഈ റെയിൽവേ സ്റ്റേഷനിൽ തടഞ്ഞു നിർത്തി ബജ്രംഗ് പ്രവർത്തകർ ഭീഷണിപ്പെടുത്തി ഈ കന്യാസ്ത്രീകളെ ജയിലിലാക്കിയത്. അതിനുശേഷം ഇന്ന് 8ാം ദിവസമാണ്. ഈ ആദ്യത്തെ 1-2 ദിവസങ്ങളിലൊക്കെ തന്നെ ഈ ഹർജി ഫയൽ ചെയ്യുന്നതിൽ ചെറിയ കാലതാമസമുണ്ടായി. കഴിഞ്ഞ ദിവസം ആദ്യം മജിസ്ട്രേറ്റ് കോടതിയിൽ നൽകി, അതിനുശേഷം സെഷൻസ് കോടതിയിൽ നൽകിയിരുന്നു. സെഷൻസ് കോടതിയിൽ നിന്ന് തിരിച്ചടി കിട്ടിയതോടെയാണ് വീണ്ടും എല്ലാവരുമായി കൂടിയാലോചിച്ചുകൊണ്ട് ഇപ്പോൾ വീണ്ടും ഹൈക്കോടതിയിലോ അല്ലെങ്കിൽ NIA കോടതിയിലേക്കോ പോകാനുള്ളൊരു ആലോചനയിലെത്തിയത്. എന്നാൽ ഈ സമയനഷ്ടം അത് ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് NIA കോടതിയിൽ ഒന്ന് പരീക്ഷിച്ച് നോക്കാം, എന്ന് ഹർജി നൽകി നോക്കാം എന്നുള്ളൊരു തീരുമാനത്തിൽ നിലവിൽ എത്തി നിൽക്കുന്നത്. എന്തായാലും സർക്കാർ ഇക്കാര്യത്തിൽ എന്ത് നിലപാടെടുക്കും എന്നുള്ളത് നിർണായകമാണ്. പക്ഷേ അമിത്ഷായുടെ വാക്കുകളാണ് ഇക്കാര്യത്തിൽ എല്ലാവർക്കും. അതാണ് വളരെ പ്രധാനം. അജീഷ്, ഇപ്പോൾ അമിത്ഷാ തന്നെ ഇന്നലെ പറഞ്ഞതായി MPമാർ വ്യക്തമാക്കിയത് NIA കോടതിയിലേക്ക് ഇത് വിട്ട സെഷൻസ് കോടതിയുടെ ആ നടപടിയിലൊക്കെ തെറ്റ് പറ്റിയിട്ടുണ്ട്, പിഴവ് പറ്റിയിട്ടുണ്ട് എന്നതാണ്. പക്ഷേ NIA കോടതിയെ സമീപിക്കാൻ ഇപ്പോൾ തീരുമാനം കൈക്കൊണ്ടിരിക്കുന്നു. അതിന് മറ്റു ചില സാങ്കേതിക കാരണങ്ങൾ കൂടി ഉണ്ടാകാം. ഇവിടെ ഏറ്റവും പ്രധാനമാകാൻ പോകുന്ന, അജീഷ് ഇപ്പോൾ സൂചിപ്പിച്ചതുപോലെ തന്നെ, സർക്കാർ എന്ത് സമീപനം സ്വീകരിക്കുമെന്നുള്ളതാണല്ലോ. ഇപ്പോൾ അല്പസമയം മുൻപ് പ്രതികരിക്കുമ്പോൾ രാജീവ് ചന്ദ്രശേഖർ പറയുന്നതും ഛത്തീസ്ഗഡ് സർക്കാർ ഈ ജാമ്യാപേക്ഷയെ എതിർക്കില്ല എന്നതാണ്. പക്ഷേ ഇത്തരം ഉറപ്പുകൾ നമ്മൾ ഇതിനു മുൻപും കേട്ടപ്പോൾ അത് ലംഘിക്കപ്പെടുന്ന കാഴ്ച കണ്ടതാണ്. അങ്ങനെ വരുമ്പോൾ അതിൽ എന്താണ് നമ്മൾ ഇനി കരുതേണ്ടത്? നമുക്ക് സർക്കാരിൻ്റെ ഭാഗത്തു നിന്ന് എന്തെങ്കിലും പ്രതികരണം ലഭിക്കാനുള്ള സാധ്യതയുണ്ടോ അജീഷ്? സർക്കാരിന്റെ ഭാഗത്ത് നിന്ന് ഇതുവരെയ്ക്കും അങ്ങനെ ഒരു ഉറപ്പ് ലഭിച്ചിട്ടില്ല. മുമ്പ് ഈ BJPയുടെ പ്രതിനിധി ഇവിടെ എത്തി സംസാരിച്ചപ്പോഴും സമാനമായിട്ടൊരു ഉറപ്പായിരുന്നു കിട്ടിയത്. ജാമ്യാപേക്ഷ നൽകുമ്പോൾ സർക്കാർ എതിർക്കില്ലെന്നായിരുന്നു പറഞ്ഞത്. പക്ഷേ അത് ലംഘിക്കപ്പെട്ടു. മാത്രമല്ല വിശദമായിട്ടൊരു സത്യവാങ്മൂലം കോടതിയിൽ നൽകിയിരുന്നു. അതിൽ പറയുന്നത് ഈ BNS 143 എന്ന വകുപ്പുള്ളത് കൊണ്ട് സെഷൻസ് കോടതിക്ക് ഇത് പരിഗണിക്കാനാവില്ലെന്ന് വാദിച്ചതും പ്രോസിക്യൂഷനായിരുന്നു. അതുകൊണ്ട് സർക്കാർ ഹൈക്കോടതിയിലോ NIA കോടതിയിലോ ഈ ഹർജി എത്തുമ്പോൾ എന്ത് നിലപാടെടുക്കും എന്നുള്ളത് ഈ അമിത്ഷായുടെ വാക്കിന്മേലുള്ളൊരു ഉറപ്പ് മാത്രമാണ് ഉള്ളത്. സർക്കാർ ഇതുവരെയ്ക്കും ഇവിടുത്തെ സഭാ നേതൃത്വത്തിനോ ഇവിടെയുള്ള നേതാക്കൾക്കോ ഒരു ഉറപ്പും നൽകിയിട്ടില്ല. എന്തായാലും ഈ കോടതിയിൽ അവർ ഈ ഹർജി എത്തുമ്പോൾ എന്ത് നിലപാട് സ്വീകരിക്കും അത് നേരിട്ട് മാത്രമേ, അത് ആ സമയത്ത് മാത്രമേ നമുക്ക് ഉറപ്പ് അല്ലെങ്കിൽ കണ്ടറിയാൻ സാധിക്കുകയുള്ളൂ. എന്തായാലും നമ്മൾ പ്രതീക്ഷിക്കുന്നത്, ഇവിടെയുള്ള സഭാ നേതൃത്വം പ്രതീക്ഷിക്കുന്നത്, സർക്കാർ ഇനി ഹർജിയുമായി പ്രതിഭാഗം ഇനി ഹർജിയുമായി മുന്നോട്ട് പോകുമ്പോൾ, ജാമ്യാപേക്ഷ നൽകുമ്പോൾ സർക്കാർ എതിർക്കില്ല. അത് കേന്ദ്ര ആഭ്യന്തരമന്ത്രിയുടെ ഉറപ്പ് അങ്ങനെ ആയതുകൊണ്ടാണ് അവർ അങ്ങനെ ഒരു പ്രതീക്ഷ വെച്ച് പോകുന്നത്. പക്ഷേ ഇപ്പോഴും ഇവിടുത്തെ ഛത്തീസ്ഗഡ് സർക്കാരിന്റെ ഭാഗത്ത് നിന്ന് അങ്ങനെ ഒരു ഔദ്യോഗികമായിട്ടുള്ള ഒരു ഉറപ്പോ വാക്കിന്മേലുള്ളൊരു ഉറപ്പോ ഇതുവരെയ്ക്കും ആർക്കും തന്നെ കിട്ടിയിട്ടില്ല. അനുജ, ഇതിലിപ്പോൾ ചില പിഴവുകളൊക്കെ സംഭവിച്ചിട്ടുണ്ട് എന്നുള്ളത് വ്യക്തമായതാണല്ലോ. ആ തരത്തിൽ ജാഗ്രതയോടെ നീങ്ങേണ്ടതുണ്ട്. അതിനെങ്ങനെയാണ് ഈ കന്യാസ്ത്രീകളുടെ ഭാഗത്ത്, അവരുടെ അഭിഭാഷകരുടെ ഭാഗത്തു നിന്നൊക്കെ കൂടുതൽ നീക്കങ്ങൾ ഉണ്ടാകുന്നത്? ഡൽഹിയിൽ നിന്നൊക്കെ മുതിർന്ന അഭിഭാഷകരെത്തുമെന്നൊക്കെ ചില റിപ്പോർട്ടുകൾ ഉണ്ടായിരുന്നു. എങ്ങനെയാണത് അജീഷ്?
നേരത്തെ അങ്ങനെ ഒരു ആലോചന ഉണ്ടായിരുന്നു. AICCയുടെ ഭാഗത്ത് നിന്നാണ് അങ്ങനെ ഒരു അഭിപ്രായം പറഞ്ഞത്. കാരണം ഡൽഹിയിൽ സുപ്രീം കോടതിയിൽ നിന്ന് അഭിഭാഷകരെ എത്തിക്കാമെന്നുള്ളൊരു അഭിപ്രായം അവർ പറഞ്ഞിരുന്നു. പിന്നീട് സഭാ നേതൃത്വവുമായി ഇത് കൂടിയാലോചന നടത്തുകയും ചെയ്തിരുന്നു. പിന്നീട് അത് വേണ്ടാന്ന് വെക്കുകയായിരുന്നു. അവരുടെ നിയമോപദേശം മാത്രം തേടി ഛത്തീസ്ഗഡിൽ നിന്നുള്ള മുതിർന്ന അഭിഭാഷകനെ തന്നെ കേസ് ഏൽപ്പിക്കാമെന്നുള്ളൊരു തീരുമാനത്തിൽ അങ്ങനെയാണ് എത്തിയത്. അതുകൊണ്ടാണ് ഛത്തീസ്ഗഡിലെ തന്നെ മുൻ അഡീഷണൽ അഡ്വക്കേറ്റ് ജനറൽ ആയിട്ടുള്ള അമൃതോം ദാസിനെ കേസ് ഏൽപ്പിക്കാൻ തീരുമാനിച്ചു. അദ്ദേഹം മുതിർന്ന അഭിഭാഷകനാണ്, പ്രാഗൽഭ്യമുള്ള അഭിഭാഷകനാണ്. അദ്ദേഹത്തെ കേസ് ഏൽപ്പിക്കാൻ അങ്ങനെയാണ് തീരുമാനത്തിലെത്തിയത്. ഇന്നലെ അദ്ദേഹത്തിന്റെ ഓഫീസിൽ എത്തി ഈ നിലവിലുള്ള ഈ പേപ്പറുകൾ, ഉത്തരവ് അടക്കം എല്ലാം വിവരങ്ങളും കൈമാറുകയും ചെയ്തിട്ടുണ്ട്. ഈ ഒരു ഡൽഹിയിലുള്ള അഭിഭാഷകരുടെ അടക്കം നിയമോപദേശം പക്ഷേ ബാക്കിയുള്ളവർ തേടുന്നുണ്ട്. NIA കോടതിയിൽ പോയാൽ എന്തെങ്കിലും പ്രശ്നമുണ്ടോ എന്നടക്കമുള്ള കാര്യങ്ങൾ തേടിയിട്ടുണ്ട്. ചില സാങ്കേതിക പ്രശ്നങ്ങൾ അതിലുണ്ട്. കാരണം നിലവിലുള്ള ദുർഗ് സെഷൻസ് കോടതിയും ഈ NIA സ്പെഷ്യൽ കോടതിയും എല്ലാം സെഷൻസ് കോടതിയുടെ അധികാരമുള്ള കോടതിയാണ്. അത് മേൽക്കോടതിയല്ല. യഥാർത്ഥത്തിൽ സെഷൻസ് കോടതിക്ക് ഉത്തരവ് ഹൈക്കോടതിയിലേക്ക്, ജാമ്യം തള്ളിക്കഴിഞ്ഞാൽ ഹൈക്കോടതിയിലേക്ക് പോകാൻ മാത്രമേ ഉത്തരവിടാൻ അധികാരമുള്ളൂ. പക്ഷേ ഇവിടെ നേരെ വിപരീതമായിട്ടാണ് നടന്നിട്ടുള്ളത്. സെഷൻസ് കോടതിയുടെ അതേ അധികാരമുള്ള കോടതിയാണ് NIA കോടതിയും. അവിടെ ഇരിക്കുന്നതും ജില്ലാ സെഷൻസ് ജഡ്ജി തന്നെയാണ്. അപ്പോൾ അങ്ങനെ കുറച്ച് നിയമപ്രശ്നങ്ങളൊക്കെ ഇവർ ഉന്നയിക്കുന്നുണ്ട്. പക്ഷേ കോടതി അങ്ങനെ ഒരു ഉത്തരവ് ഇറക്കിയത് കൊണ്ട് NIA കോടതിയിൽ സമീപിക്കാം, ആ ഒരു ഉത്തരവിന്റെ പകർപ്പുമായി NIA കോടതിയെ സമീപിക്കാം എന്നാണ് നിലവിലെടുത്തിരിക്കുന്ന തീരുമാനം. ഒരുപക്ഷെ NIA കോടതി അത് സ്വീകരിച്ചാലും, ജാമ്യാപേക്ഷ അത് സ്വീകരിച്ചാലും തള്ളിയാലും ആ ഉത്തരവുമായി ഹൈക്കോടതിയിലേക്ക് പോകാം. അതുകൊണ്ടാണ് ഇങ്ങനെ ഒരു തീരുമാനത്തിലെത്തിയത്. എന്തായാലും ഹൈക്കോടതി ഇന്നുണ്ട്. പക്ഷേ ഇന്ന് ഈ ഹൈക്കോടതിയിൽ ജാമ്യാപേക്ഷ നൽകിയാലും അത് പരിഗണിക്കാൻ തിങ്കളാഴ്ചയോ ചൊവ്വാഴ്ചയോ ഒക്കെ ആകും. അതിന്റെ നടപടിക്രമങ്ങൾ അങ്ങനെയാണ്. അതുകൊണ്ടാണ് ഇന്നും നാളെയും പ്രവർത്തിക്കുന്ന NIA കോടതിയിൽ അങ്ങനെ ഒരു ജാമ്യാപേക്ഷ നൽകാമെന്നുള്ളൊരു ധാരണയിലെത്തിയത്. കാരണം വെറുതെ 1-2 ദിവസം പാഴാക്കണ്ടല്ലോ എന്നുള്ളൊരു ആലോചനയിലാണ് അങ്ങനെ ഒരു തീരുമാനത്തിലെത്തിയത്. ഇതെല്ലാവരുമായി കൂടിയാലോചിച്ച ശേഷം, അതായത് നിലവിലുള്ള റായ്പൂർ അതിരൂപത ബിഷപ്പും അവരുടെ സഭാ നേതൃത്വവും കന്യാസ്ത്രീകളുടെ പ്രതിനിധികളും ഇവിടുത്തെ MLA-മാരും ഇവിടുത്തെ രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികളും അഭിഭാഷകരും ഒക്കെയായി കൂടിയാലോചിച്ച ശേഷമാണ് അങ്ങനെ ഒരു തീരുമാനത്തിൽ നിലവിലെത്തിയിട്ടുള്ളത്. അതാണ് 8 ദിവസമാകുന്നു കന്യാസ്ത്രീകൾ ജയിലിലായിട്ട്. മോചനത്തിന് ഇനിയിപ്പോൾ NIA കോടതിയിലേക്ക് തന്നെ പോകാമെന്നൊരു തീരുമാനത്തിലേക്ക് എത്തിയിട്ടുണ്ട്. കാരണം അടുത്ത 2 ദിവസവും NIA കോടതി പ്രവർത്തിക്കും. അങ്ങനെ സമയനഷ്ടം ഉണ്ടാകരുത് എന്നതുകൊണ്ട് കൂടിയാണ് NIA കോടതിയിലേക്ക് പോവുക. അവർ അത് തള്ളുകയാണെങ്കിൽ വീണ്ടും ഹൈക്കോടതിയിലേക്ക് പോകാം എന്നൊക്കെ ഒരു തീരുമാനം അത് കൂടിയാലോചനകൾ ഉണ്ടാകുന്നുണ്ട്. നിയമ വിദഗ്ധരൊക്കെ നൽകിയ ചില ഉപദേശങ്ങളുടെ അടിസ്ഥാനത്തിൽ അങ്ങനെ ഒരു തീരുമാനം എന്നതാണ്. അജീഷ് ജയകുമാറാണ് വിവരങ്ങൾ നൽകിയത്. UDF LDF MPമാർ ഇന്നും ഛത്തീസ്ഗഡിൽ എത്തുമെന്ന വിവരം കൂടിയുണ്ട്. ഏറ്റവും പ്രധാനമാകാൻ പോകുന്നത് എന്ത് നിലപാടാകും ഇതിൽ ഛത്തീസ്ഗഡ് സർക്കാർ സ്വീകരിക്കുക എന്നുള്ളതാണ്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.